നമശിവായ. നമസ്കാരം. ഇന്ദ്രാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ ഗീതാഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. ഓം ഹൃദം ഭോജല സന്മൂർത്തിം ദിവ്യമംഗളവിഗ്രഹം ഗുരുധ്യായേത് സർവദേവദേവീസ്വരൂപിണം ത്രേതായാം രാമരൂപായ ദ്വാപരേ കൃഷ്ണമൂർത്തയെ കലൗ പൂർണ്ണാവതാരായ മദ്ഗുരുവരായ തേ നമ. നാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന അധ്യായം 4 ജ്ഞാന കർമ്മ സന്യാസ യോഗത്തിൻ്റെ 27-ാം ശ്ലോകം വരെയാണ് നാം ശ്രദ്ധിച്ചത്. ഇനി നമുക്ക് 28-ാം ശ്ലോകം ശ്രദ്ധിക്കാം. 28-ാം ശ്ലോകം: ദ്രവ്യയജ്ഞാസ്തപോയജ്ഞോ യോഗയജ്ഞാസ്തദാപരേ സ്വാധ്യായജ്ഞാനയജ്ഞാശ്ച യതയ സംശിതവ്രതാഃ. ഇവിടെയും യോഗികൾ പല രീതിയിൽ യജ്ഞം ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞതുപോലെ ഇവിടെ പറയുന്നത് മറ്റ് ചില യോഗികൾ ദ്രവ്യയജ്ഞം ചെയ്യുന്നു. വേദ മന്ത്രോച്ചാരണത്തോടെ ഹവന സാമഗ്രികൾ നെയ് ചേർത്ത് ഹോമിക്കുന്നു. ധനം, അന്നം, വസ്ത്രം എന്നിവ ദാനം ചെയ്ത് ദേവപൂജ സംഗതികരണ ദാനമാകുന്ന സർവശ്രേഷ്ഠ യജ്ഞം ചെയ്യുന്നു. മറ്റു ചിലരാകട്ടെ തപോയജ്ഞം ചെയ്യുന്നു. വേറെ ചിലർ അഷ്ടാംഗയോഗം അനുഷ്ഠിക്കുന്നു. മറ്റു ചിലർ തീക്ഷ്ണമായ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു. യതികൾ, അതായത് സന്യാസികൾ, വേദസ്വാധ്യായവും ജ്ഞാനയജ്ഞവും ചെയ്യുന്നു. അതായത് തൈത്തരീയ ആരണ്യകത്തിൽ തപസ്സിനെ വർണ്ണിച്ചിട്ടുണ്ട്. ആ വർണ്ണന വേദം അധ്യയനം ചെയ്ത യോഗിരാജനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുകയാണ് ഇവിടെ. ഭഗവാൻ പറയുന്നത് തൈത്തിരീയാരണ്യകത്തിൽ പറഞ്ഞെന്താണെന്ന് നോക്കാം. ഭഗവാനിപ്പം ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങളെ പറഞ്ഞു. തപസ് വഴി ചെയ്യുന്നു. തൈത്തിരീയാരണ്യത്തിൽ പറയുന്ന അനാദിയും അവിനാശിയുമായ സത്യത്തെ മാനിക്കുക, സത്യം പറയുക, വേദാദി ശാസ്ത്രങ്ങളിൽ പ്രതിപാദിതമായ വിദ്യകളെ ശ്രവിക്കുക, ഉത്തമ കർമ്മം ചെയ്ത് ഉത്തമ സ്വഭാവം നേടുക, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, മനസ്സിൽ ചീത്ത ചിന്തകൾ വരാതെ നോക്കുക, സുപാത്രങ്ങളിൽ ദാനം ചെയ്യുക, യജ്ഞം ചെയ്യുക, ഈശ്വര ഉപാസന ചെയ്യുക എന്നിവയാണ് തപസ്. തൈത്തിരീയാരണ്യകത്തിൽ മനോഹരമായ തപസ്സിനെ വിവരിച്ചതാണ്. അല്ലാതെ എവിടെയെങ്കിലും പോയി കുറച്ചു നേരം ഇരുന്ന് ധ്യാനിച്ചത് കൊണ്ട് മാത്രം തപസ്സാകുന്നില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്താലാണ് തപസ് പൂർണ്ണമാകുന്നത്. നാമെല്ലാം വിചാരിച്ചിരിക്കുന്നത് ഒരു ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എവിടെയെങ്കിലും ധ്യാനിക്കുമ്പോൾ തപസ്സായി എന്നാണ്. ഇതിൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ മുറയോടുകൂടി തെറ്റാതെ കറക്റ്റായിട്ട് പൂർണ്ണമായി അവലംബിച്ചാൽ ചെയ്താൽ മാത്രമേ തപസ് എന്ന കാര്യം പൂർണ്ണമാകൂ. മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. തപസ് എന്താണോ ഒരു അവതാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. അടുത്ത ശ്ലോകവുമായി നമുക്ക് അടുത്ത ദിവസം സംവദിക്കാൻ ഈശ്വരൻ ഇടനൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മിത്രങ്ങൾക്കും ശുഭസുദിനം.